നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മൾ ബൈപ്പാസിൽ ഇന്ന് വന്നപ്പോൾ അവിടെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടാണ്. ആദ്യം പരിചയപ്പെട്ട് ആളുടെ പേരൊക്കെ ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞുതരാം. പറഞ്ഞോളൂ. പേര് മുഹമ്മദ് റസാൻ. ഏതാ സ്കൂള്? GMVC കോട്ടക്കില്. എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിലെ കുട്ടീനെ ഞാൻ 3ാം ക്ലാസ് അറിഞ്ഞിട്ട് ചോദിച്ചല്ലോ കേട്ടോ. ഒരു ശലഭത്തിന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശലഭവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വളരെ ഭംഗിയിൽ ഈ ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. ശലഭം ഇതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ സംസ്ഥാന ശലഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പോ മോനോട് ചോദിക്കുന്നത്, നമ്മളെ സംസ്ഥാന ശലഭം ഏതാ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് തോന്നണത്. നമ്മുടെ സംസ്ഥാന ശലഭം ഓർമ്മ ഉണ്ടാ? എന്തായി ഒരു ക്ലൂ തരാം. ഒരു ബുദ്ധ എന്നൊക്കെ പേരിലാണ്. മലബാർ എന്നുള്ളൊരു പേരിലും ഉണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? പൂമ്പാറ്റനെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ? ഏത് മാഷ പഠിപ്പിച്ചു തന്നുള്ളത്? ടീച്ചർ. ഏത് ടീച്ചറാ? ലിജി ടീച്ചർ. അപ്പൊ ആൾക്ക് കുറച്ചറിയാം, മുഴുവൻ പേരുണ്ട് ഓർമ്മ കിട്ടില്ല. മലബാർ ബാൻ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ നമ്മളെ സംസ്ഥാന ശലഭത്തിന്റെ പേര് മലബാർ ബാൻഡഡ് പീകോക്ക് എന്നാണ് കേട്ടാ. എന്താ അതിന്റെ പേര്? ബുദ്ധമയൂരി. മലബാർ ബാൻഡഡ് പീകോക്ക്. ഏതായാലും മത്സരത്തിൽ പങ്കെടുത്തതിനും കുറച്ചൊക്കെ ഓർമ്മ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. എന്തായാലും പഠിപ്പിച്ച ടീച്ചർക്കും കൂടി വളരെ ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഈ നന്നായിട്ട് ചിത്രം വരച്ചതിന് ഒരു സമ്മാനം കൊടുക്കാം. ഇതാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഒരു കുട്ടിക്കഥകൾ ഉള്ള ഒരു പുസ്തകമാണ് ഇത്. എൻ്റെ സുഹൃത്ത് മോഹൻദാസ് അമ്പാട്ട് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരാൾ എഴുതിയ, കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ ചിത്രം വരച്ചതിനും പൂമ്പാറ്റയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂമ്പാറ്റയെ കുറിച്ച് ആ പേരൊക്കെ സ്കൂളിൽ പഠിക്കുന്നതിനും നമുക്ക് ആ കുട്ടിക്ക് നമുക്കൊരു സമ്മാനം നൽകാം. എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ പറ്റിയിട്ട്? ഈ ചിത്രം വരച്ചതിനെ പറ്റിയിട്ട് വല്ലതും പറയാനുണ്ടോ? ഓർമ്മയില് ഒരു പൂമ്പാറ്റനെ കണ്ട ഓർമ്മയിൽ വെച്ചിട്ടാണ് വരച്ചു. ഓക്കെ.